വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം കുറേ നാളായി ഹോം ടൂർ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 3 വർഷമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിന് കറക്റ്റ് ടൈം വന്നത്. ഓൾമോസ്റ്റ് ഇറങ്ങാറായി വീട്ടിൽ നിന്ന്, എന്നാലും ഇപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ടൈം കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്, മൈ ഹോം ഇൻ ജർമ്മനി. പക്ഷേ ഈ വീട്ടിൽ 8 റൂമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പക്ഷേ ഈ വീട്ടിൽ 8 റൂമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ചുട്ട് പൊള്ളുന്ന വെയിലാട്ടോ. എനിക്ക് അധികം നിന്ന് ഇവിടെ എനർജി കളയാൻ വയ്യ. നമുക്ക് വേഗം തന്നെ ഉള്ളിലേക്ക് പോവാം. അതിന് മുന്നേ ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ. ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കെയർ ചെയ്യാറൊന്നുമില്ല. ഇടയ്ക്ക് ഇവിടുത്തെ ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിടും. നമ്മളായിട്ട് ഇവിടെ പരിപാടികളൊന്നും ചെയ്യാറില്ല. ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ആൻഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു ഗാരേജ് ഉണ്ട്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് അവിടേക്ക് പോവാം. അതിന് മുന്നേ ഇവിടെ കേട്ടോ നമ്മുടെ വേസ്റ്റ് സംവിധാനങ്ങൾ ഫോർ കാർഡ്ബോർഡ്, ഇതല്ലാണ്ടുള്ള പേപ്പർ സാമഗ്രികൾ, ഇത് നമ്മുടെ ഫുഡ് വേസ്റ്റിനുള്ള വേസ്റ്റിൽ നിന്നാണ്. നമുക്കിനി ഇവിടെ നമ്മുടെ കുഞ്ഞ് ഗാരേജ്. അധികം നിങ്ങൾ ഡിഫൈൻ ചെയ്ത് നോക്കരുത്, അത്യാവശ്യം അലമ്പായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണ്ടേ? ഓക്കെ, ഇതാണ് നമ്മുടെ കുഞ്ഞ് ഗാരേജ്. ഇവിടുത്തെ എല്ലാ സൈക്കിളും ഇവിടെ ഉണ്ട്. ഇതില് 3/4 ഭാഗവും വർക്കാവത്തില്ല. പിന്നെ ഇവിടെ എന്താണ്ടൊക്കെ ഉണ്ട്, ഫാനും കാര്യങ്ങളും. പിന്നെ ഇത് ഒരു ചെറിയൊരു സെറ്റപ്പാണ്. ഇതിന്റെ പിന്നിക്കൂടെ നമുക്ക് ബാക്ക് ഗാർഡനിലോട്ടും കിടക്കാനുള്ള ഡോറുണ്ട് കേട്ടോ. അത് ഞാൻ ചുമ്മാ തുറന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമുക്ക് ഒരു ബാക്ക് ഡോറ് ഗാർഡനിലോട്ടുള്ളത്. നമുക്ക് ഇത് നമ്മുടെ ഗാർഡനാണ്. നമുക്ക് ഇത് കൂടി ഇറങ്ങാം, ഇത് കൂടിയും ഇറങ്ങാം. ഇത് കൂടെ നമ്മൾ വരുന്നതായിരിക്കും ഈ വഴി. നമുക്കിപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോയിട്ട് ഫ്രണ്ട് ഡോറിൽ കൂടെ കയറാം. പിന്നെ ഈ സൈഡിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ആരെങ്ങാണ്ട് എപ്പോഴോ ഫെർഷങ്കൻ ചെയ്തെടുത്തുകൊണ്ട് വന്നാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ വെച്ചോട്ടെന്ന് വെച്ചിട്ട് അവിടെ വെച്ചതാണ്. വെൽക്കം ടു മൈ ഹോം. അപ്പം ഇതാണ് നമ്മുടെ വീട്. ആദ്യം തന്നെ വിശാലമായ ലൈറ്റുകളും പള്ളിപ്പെരുന്നാളുമായി അലങ്കരിച്ച് വെച്ചേക്കുവാണ് നമ്മള്. ഒരു ചെറിയൊരു മഞ്ഞമായി ഉണ്ടാവും, ബിക്കോസ് കുറേ ലൈറ്റുകളുണ്ട് കേട്ടോ. അപ്പൊ കയറി വരുമ്പോ തന്നെ ഒരു ഹാൾവേ ആണ്. ഇങ്ങനെ എന്താണ് പറയാ, കോറിഡോർ, എനിക്കറിയില്ല എന്തോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹീറ്റർ ഉണ്ടാകും തന്നെ. നമുക്കിത് ഗസ്റ്റ് ടോയ്ലറ്റ് ആണ്. പക്ഷെ ഞങ്ങളുടെ അടിയിലുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2 പേര് ഇതാണ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ്. സോ കമിൻ. ഇവിടെ ഒരു ചെറിയൊരു വാഷ്റൂമാണ്, ആൻഡ് ടോയ്ലറ്റ് ആൻഡ് എ ഗുഡ് മിറർ, അത്രേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഇത് മേലോട്ടുള്ള കേട്ടോ. ആൻഡ് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ഒരു മാതാവുണ്ട്. ആൻഡ് ഇവിടെ നീ തുറന്നു കാണിക്കുന്നില്ല, കാരണം കാര്യമായിട്ടൊന്നും ഇല്ല. ഫുള്ളാണ് ഇതില്. ഫുൾ ന്യൂസ് പേപ്പറും എല്ലാ സാധനങ്ങളും ഉണ്ട്. നാട്ടിലായിരുന്നു നമുക്ക് ന്യൂസ് പേപ്പർ കൊടുത്ത് കാശെങ്കിലും കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ന്യൂസ് പേപ്പർ വിറ്റ് കാശാക്കാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടോ, 3 വർഷത്തിനേക്കാളും കൂടുതലുള്ള ന്യൂസ് പേപ്പറുകളും സാമഗ്രികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഷൂസ് കുറച്ചുണ്ട്. ഇവിടെ അടിയിൽ ഷൂസ് ഉണ്ട്. നമുക്കിവിടെ ജാക്കറ്റൊക്കെ ഇടാം. ഇപ്പൊ ജാക്കറ്റൊന്നും ഇല്ല, സമ്മർ ആയതിനാൽ. ആൻഡ് നമുക്ക് ഇവിടെ എല്ലാം ഓപ്പൺ ആട്ടോ. ഓപ്പൺ കിച്ചൺ ആണ്. ഓപ്പൺ അതിലോട്ട് പിന്നെ വരാം. അത് പറഞ്ഞപ്പോഴാണ് മിറർ. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ മിറർ ഉണ്ട്. ഇവിടെ ഒരു മിറർ ഉണ്ട്. നമുക്ക് അവിടെയും ഒരു മിറർ ഉണ്ട്. കണ്ടായിരുന്നു തോന്നുന്നു. നമുക്കിവിടെ മിററിനൊന്നും ഒരു കുറവില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത തന്നെ ഇവിടെ എല്ലാ ഫർണിച്ചറും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഒന്നും നമ്മൾ എക്സ്ട്രാ ആയിട്ട് മേടിച്ചിട്ടില്ല. ഇവിടെ വന്ന ദിവസം എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ. ഒട്ടും തന്നെ വ്യത്യാസം. ഞങ്ങളായിട്ടൊന്നും തന്നെ മേടിച്ചിട്ടില്ല. എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വേവലാതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ആൻഡ് ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. ഇതിലും ഇപ്പൊ ഞാൻ തുറന്ന് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധനങ്ങൾ ഫുൾ ആയതുകൊണ്ടെല്ലാം ഇതിലാണ് നമുക്ക് സ്റ്റോറേജ് ഒക്കെ. ആൻഡ് ഇതാണ് നമ്മുടെ ഹോൾ കം ഡ്രോയിങ് റൂം എല്ലാം ഇവിടെയാണ് ഞങ്ങളുടെ മെയിൻ സ്ഥലം. ആൻഡ് നമുക്ക് ഇവിടെ ഒരു TV ഉണ്ട്. ബ്രൂഡിഷിന്റെ TV ആണ്. ആൻഡ് വീണ്ടും ഇവിടെ അതുപോലെ അവിടെ കണ്ടൊരു സെയിം സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. ആൻഡ് നമ്മുടെ സോഫ ആൻഡ് ടീപോയ്. ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ അത്യാവശ്യം സ്പേസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു മൂലയ്ക്ക് നമ്മളൊരു അയൺ ബോക്സും ടേബിളും വെച്ചിട്ടുണ്ട്. That's it.
അങ്ങനെ കറങ്ങി ഇങ്ങനെ. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ഐലൻഡ് ആട്ടോ, നമ്മുടെ കിച്ചണിലെ ഐലൻഡ് എന്ന് പറഞ്ഞോണം, നല്ലൊരു ഐലൻഡ്. ആൻഡ് ഇതാണ് നമ്മുടെ കിച്ചൺ, ഓപ്പൺ കിച്ചൺ ആണ്. സോ ഇവിടെ നമുക്ക് 8 പേർക്ക് വെച്ച ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ട് വീണ്ടും ഒരു ഇനെന്താ പറയാ, നമ്മുടെ വീടിന്റെ ബാർ ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്തിരിക്കും. അതെ, ഞങ്ങൾ എല്ലാം ഇവിടെയൊക്കെയാണ് നമ്മുടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ വന്നു. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ കിച്ചൺ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഇവിടെ നമ്മുടെ പ്രോട്ടീൻ കളക്ഷൻ കേട്ടോ. ഇത് ഫ്രിഡ്ജ് അല്ല, വിചാരിക്കും, ഫ്രിഡ്ജ് അല്ല. നമുക്ക് ഇവിടെ വലിയൊരു ഫ്രിഡ്ജ് ഇവിടെ സൈഡിലുണ്ട്. പക്ഷെ ഇതൊരു, ഞങ്ങൾ ആദ്യം വന്നപ്പോൾ വിചാരിച്ചത് ഇതൊരു ഫ്രിഡ്ജാണ്, പക്ഷെ ഇതൊരു സ്റ്റോറേജ് ഏരിയയാണ്. ഇങ്ങനെ ഫുൾ സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു സ്റ്റോറേജ് ആണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ വന്ന ദിവസം തൊട്ട് ഇവിടെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. ലൈക്ക് പ്ലേറ്റ് തൊട്ട് ലൈക്ക് എന്താ പറയാ, ഞങ്ങൾക്കായിട്ട് ഒന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഇവിടുന്ന് തുടങ്ങുവാണെങ്കിൽ ചെറിയൊരു മൈക്രോവൻ ഉണ്ട് ആൻഡ് സ്പ്യൂൾ മെഷീൻ. ഇത് നമ്മുടെ പ്ലേറ്റ്സ് ഒക്കെ എഴുതാനായിട്ടുള്ള ഒരു മെഷീനാണ്. ഇത് ഞങ്ങൾ തീരെ യൂസ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് ഇവനെ പറ്റുള്ളൂ, ഞങ്ങൾക്ക് നമ്മുടെ വാഷിംഗ് ബേസിനെ പറ്റത്തുള്ളൂ. ഇത് ഞങ്ങൾ അങ്ങനെ എന്താ ടിപ്പിക്കൽ മല്ലു എല്ലാവരും മല്ലു തിങ്സ്. ഇവിടെ ഇത് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും അങ്ങനെ വലിയ പാർട്ടിയൊക്കെ വരുമ്പോൾ മാത്രം എക്സസ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം. പക്ഷെ അപ്പോഴും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, ഈ ഇതിൽ കഴുകുന്ന പ്ലേറ്റ്സ് ഞങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൗ വരുന്ന എങ്ങനെ പറയാ, ഇൻഡക്ഷനാ ശരിയാണല്ലോ, ഇതിനെന്താ പറയാ, ഇത് എല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ലേ, ജർമ്മനിലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇത് നമ്മുടെ ബാക്ക് ഓവൻ. ഇത് നമ്മുടെ നൈബേഴ്സ് എന്താ കേട്ടോ, ഇതല്ല നമ്മുടെ നൈബർ, നമ്മുടെ സിൽവിയ മച്ചും ഹാൻഡ്സ് അപ്പ് ഓപ്പറും തന്ന ടോസ്റ്റർ ആണ്. ആക്ച്വലി നമുക്ക് 2 ടോസ്റ്റർ തന്നിട്ടുണ്ട്, ഇതും ഈ ഒരു കുഞ്ഞി ടോസ്റ്ററും തന്നിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ മെമ്പേഴ്സിന് കൊള്ളത്തില്ല. ഇതിലാകുമ്പോൾ കുറച്ചധികം ബ്രെഡ് കൊള്ളുന്നതിനാൽ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ റൈസ് കുക്കർ, ഇതിലൊക്കെ മൊത്തം പ്ലേറ്റ്സും സ്റ്റോറേജ് ആണ്. പിന്നെ അത് പറഞ്ഞോണം ഇവിടെ പറഞ്ഞോണം ഈ ഉള്ള എല്ലാ പ്ലേറ്റ്സും, കുറച്ച് കപ്പുകൾ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ മേടിച്ചിട്ടുള്ളൂ. അല്ലാണ്ടുള്ള ഈ പ്ലേറ്റ്സും കപ്പുകളും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഹൈൻഡ്രിക്സ് ഗ്രൂപ്പിൽ തന്ന സാധനങ്ങളുണ്ട്. എല്ലാം ലൈക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നോക്കിയാലും കണ്ടോ, മെമ്പേഴ്സിനേക്കാളും കൂടുതൽ ആവശ്യമുള്ള ഗ്ലാസ്സുകള്, ലൈക്ക് എല്ലാ വിക്കയുടെ പ്രൊഡക്ട്സ് ആണ്. എന്നാലും കണ്ടോ, മിക്സി നമ്മൾ മേടിച്ചാട്ടോ, മിക്സി നമ്മൾ എല്ലാരും ചേർന്ന് മേടിച്ചാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ലാസ്റ്റ്ലി നമ്മുടെ മെയിൻ താരം വന്നിരിക്കും നമ്മുടെ ഫ്രിഡ്ജ്. നമുക്കിവിടെ പ്രത്യേകം പറഞ്ഞപ്പോ ഐസ് വരും, ക്രഷ്ഡ് ഐസ് വരും, ഐസ് വാട്ടർ വരും. എന്താ വേണ്ടത് ഇവിടെ ഉണ്ടല്ല, ലൈക്ക് അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. ഇത് നമ്മുടെ ഫ്രീസർ സെക്ഷൻ, ഇത് നമ്മുടെ നോർമൽ ഫ്രിഡ്ജ്. ഇപ്പൊ തുറന്ന് കാണിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുറന്ന് കാണിക്കണില്ല, അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. സോ കാരണം ഫുള്ളാണ്, കാരണം വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊന്നും വയ്ക്കുന്നില്ല, വിന്റർ പോലെയല്ല. അപ്പൊ എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ലാണ്ട് ഫുള്ളാണ് ഫ്രിഡ്ജ്, അതുകൊണ്ടാണ് ഞാൻ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഹോൾ സെറ്റപ്പും കാര്യങ്ങളും. നമുക്കിവിടെ 8 പേർക്ക് ഇത് വിശാലമാണ്, നമുക്കിത് ഇനഫ് ആൻഡ് മോർ ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു ഹോൾ ഏരിയ സെറ്റപ്പ്. നമുക്കിൽ 4 ഫ്ലോർ ആയിട്ടുള്ളത്. ഇത് അടിയിൽ ബേസ്മെന്റ് ഉണ്ട്, ഞാനടക്കം 2 പേരാണ് ബേസ്മെന്റിൽ താമസിക്കണേ. ആൻഡ് ഇതൊരു ഹോൾ ഏരിയ. ആൻഡ് ഇനി മേലെ 2 ഫ്ലോർ ഉണ്ട്. മേലെ കാണുമ്പോൾ അങ്ങനെ പറയത്തില്ല, ലൈക്ക് 8 ബെഡ്റൂം ഉണ്ട്, ലൈക്ക് 8 പ്രൈവറ്റ് റൂംസ് ഉണ്ടെന്നൊന്നും പറയത്തില്ല. പക്ഷെ ആദ്യം കണ്ടപ്പോൾ ഞങ്ങളൊന്നും ഷോക്കായിരുന്നു, ഈ വീട്ടിൽ എങ്ങനെ വരുന്നു, ലൈക്ക് 8 ബെഡ്റൂമും അതുപോലെ 4 വാഷ്റൂം ഉണ്ട്, 4 വാഷ്റൂമും അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ് വരുന്നത്. ഇത് നമുക്ക് അടിയിൽ നിന്ന് തുടങ്ങാം. അടിയിൽ എൻ്റെ ഫ്ലോറിലോട്ട് പോവാം. നമ്മൾ നമ്മുടെ ബേസ്മെന്റിൽ പോവാണ്. ബേസ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പൊക്കി പറയണതല്ല, സമ്മറിന് നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ. വിന്ററിന് കുറച്ചധികം തണുപ്പാണെങ്കിലും നല്ല കൂളിംഗ് ആണ് അടിയില്. അപ്പൊ നമുക്ക് അടിക്ക് പോവാം. ഞാനും മാരീറ്റും ഞങ്ങൾ 2 പേരാണ് അടിയിൽ താമസിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. നമുക്കിവിടെ നമ്മുടെ എക്സസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് കേട്ടോ. ഇത് നമ്മുടെ എന്താ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഫുൾ ഹൈസിക് സിസ്റ്റ് ആണ്.
എന്താ പറയാ വെള്ളം ഹീറ്റിങ് ഇവരുടെ ഉള്ളില് ഇത് ഓപ്പൺ അല്ലല്ലോ ഓപ്പൺ അല്ല, ക്ലോസ്ഡ്. നമുക്ക് അലൗഡ് അല്ല ഉള്ളിലേക്ക് കയറാം. വലിയ ടാങ്കും വാട്ടറും സംഭവമുള്ള വലിയ വലിയ സെറ്റപ്പാണ്. അതുകൊണ്ടാണ് ഹൈസ് ഒലേഗ റൗം റൗഹർ ഫയർ ഉണ്ട് ഓഫനസ് ലിഷ് പോലീസ് ലിഷ് ഫെർബോട്ടൻ. മനസ്സിലായില്ലേ? അത് ജാക്കറ്റ്സ് കളക്ഷൻ ഇവിടെ നമ്മുടെ. ആൻഡ് ഇത് നമ്മുടെ വാഷിംഗ് ഏരിയ ആണ്. നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയാണ് വരുന്നത്. കുഞ്ഞൊരു കം സ്റ്റോറേജ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് കണ്ടോ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. യാ ആൻഡ് ഇവിടെ എന്താ പറയാ ഒരു ഷൂ റാക്ക് ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നമ്മുടെ വരുന്ന കണക്കുണ സാധനങ്ങൾ, നമ്മുടെ വാക്യൂം ക്ലീനർ, അങ്ങനത്തെ നമ്മുടെ ക്രിസ്മസിന്റെ പുൽക്കൂട്ട് ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. നമ്മുടെ റൂമിലോട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ഹൈസും ഉണ്ട് കേട്ടോ. ഹൈസുണ്ട് ബേസ്മെന്റിലോട്ട് എൻ്റെ വലിയ ഹൈസുണ്ട്. എല്ലാ റൂമിലും വേറെ ഉണ്ട്. ഇത് നമ്മുടെ മൊത്തം ഷൂ കളക്ഷൻസ് ആണ്. 2 പേരുടെ ഷൂ ഉള്ളൂ, പക്ഷെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ വരാം. നമ്മുടെ ഇവിടെ ഒരു ചെറിയ ഹോൾവേ. ഇവിടെ 2 റൂംസ് ഉണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ റൂം വരുന്നത്. നമുക്ക് നമ്മുടെ റൂമിലേക്ക് കിടക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തോ നമ്മുടെ ജർമ്മൻ കത്തോലിക് റിലേറ്റഡ് ആയിട്ടുള്ള പലർക്കും അറിയായിരിക്കും. ഇതിന്റെ അർത്ഥം അറിയുന്നവർ അല്ല. എൻ്റെ അർത്ഥം എനിക്കറിയാം, പക്ഷെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ വാട്ടർ, നമുക്ക് അതോട്ട് കിടക്കാം. എൻ്റെ റൂമിലുണ്ട്. സോ ദിസ് ഈസ് മൈ റൂം. വെൽക്കം ടു മൈ റൂം. ആൻഡ് എൻ്റെ വ്ളോഗ് കാണുന്നവരാണെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ ആയിട്ട് അവിടെ എവിടെയും കണ്ടിട്ടുണ്ടാവും. അപ്പം എൻ്റെ റൂം ഇങ്ങനെ പുല്ലൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. സോ യാ കമൻ. ഓക്കെ, എന്താ എൻ്റെ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ഇതൊക്കെ തന്നെ. ഇവിടെ ചെറിയൊരു എൻ്റെ ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. സോ ഞാനിവിടെ ഒരു എസ്തെറ്റിക് ലുക്കിന് വേണ്ടിയിട്ട് ചെറിയൊരു കാർപ്പറ്റും ഇട്ടിട്ടുണ്ട് നിലത്ത്. ഐ മീൻ വിന്റർ ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും നിലത്ത്. അപ്പോൾ അതൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ തണുപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മാറ്റ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ടേബിൾ. ആൻഡ് ഞാനിവിടെ ഹിമാലയൻ സ്റ്റോൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, എനിക്ക് വീട്ടില് ഐ മീൻ വീട്ടിലും എൻ്റെ റൂമിൽ ചെറിയൊരു ഹിമാലയൻ സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മെമ്മറിക്ക് ഞാൻ ഇവിടെയും മേടിച്ചു. ആൻഡ് ദിസ് ഈസ് എന്താ അരോമ തെറാപ്പി ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു സെന്റൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ യാ ഒരു ചെറിയൊരു സെറ്റപ്പ്. ആൻഡ് ഇവിടെ വരുമ്പോൾ എൻ്റെ സ്റ്റഡി ടേബിൾ. ഏറെക്കുറെ എല്ലാ റൂമിലും ഈ സംഭവം കേട്ടോ. ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു എല്ലാം. ലൈക്ക് ടേബിൾ ആണെങ്കിലും ബെഡ് ആണെങ്കിലും ഈ ഒരു വാർഡ്രോബ് ആണെങ്കിലും എല്ലാ റൂമിലും കോമൺ ആയിട്ടുള്ള സാധനമാണ്. ഈ കുഞ്ഞി ടേബിളും എല്ലാം റൂമിലും സെയിം ആണ് വന്നത്. ഒന്നും വേറെ എക്സ്ട്രാ ആയിട്ടില്ല. ഈ ചെയറും ഈ കൂട്ടത്തിൽ വരുന്നതാണ്, ഇതിൽ വരുന്നതാണ്. അപ്പൊ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഇപ്പൊ ഞാനിവിടെ സ്റ്റഡി ചെയ്യാറില്ല കുറച്ച് നാളായിട്ട്. ഐ പ്രിഫർ മൈ ബെഡ് ടു സ്റ്റഡി. പക്ഷെ എന്നാലും ചെറിയ എന്തെങ്കിലും ലൈക്ക് എഡിറ്റിംഗ് പരിപാടിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യും. ആൻഡ് പിന്നെന്താ ഇതൊക്കെ തന്നെയുള്ളൂ. അടുത്ത മാസം എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പോഴെങ്കിലും എനിക്ക് ടേബിൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ എൻ്റെ ട്രൈപോഡ് ഉണ്ട്, യൂസ് ചെയ്യാറില്ല. ആൻഡ് ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു ഹാങ്ങർ എന്താ പറയാ, എനിക്കിപ്പോ ഒന്നും കിട്ടുന്നില്ല കേട്ടോ വായ. എന്റെ ഇവിടെ പിന്നെയും അവിടെ സ്ഥലം തയ്യാറാത്തോണ്ട് എന്റെ കുറച്ച് ഷൂ ബോക്സും ഷൂസും പിന്നെ ഇവിടെ ഉണ്ട്. എന്താ ഇതൊക്കെ തന്നെ. ആൻഡ് ഇവിടെ വരുവാണെങ്കിൽ എന്റെ എന്താ പറയാ, ഇവിടെ ഒരു മിറർ ഉണ്ട്. ഈ മിറർ എന്താ എന്റെ അല്ല, ഇനി ഞാൻ ഫെർഷൻഗൻ ചെയ്തതാണ്. തൊട്ട് മുന്നിത്തെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് ഫെർഷൻ കിട്ടിയതാണ്. ഞാൻ പിന്നെയും ഡിസൈൻ ചെയ്ത്. ആൻഡ് ഇത് നമ്മുടെ വാർഡ്രോബാണ്. ഈ പറഞ്ഞോണം ഈ സെയിം വാർഡ്രോബാണ് എല്ലാ റൂമിലും, നത്തിങ് സ്പെഷ്യൽ. പിന്നെ ഞാൻ പിന്നെയും കുറച്ച് ഒതുക്കി വെച്ചേക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് മെനയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയല്ല എൻ്റെ അവസ്ഥ നോർമൽ വൈസ്. സോ അത് ക്ലോസ് ചെയ്യാം. പിന്നെ ഇവിടെയും 4 എൻ്റെ കോഫറുകൾ അടക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഇവിടെ വരുമ്പോ നമ്മുടെ വീട്ടിൽ ചെന്നമാരുണ്ട്. എന്റെ ഫ്രണ്ട് സിബിയെ ഗിഫ്റ്റ് ചെയ്ത കേട്ടോ നാട്ടിൽ വെച്ച്. ഫോൺ എന്റെ 2 ദിവസം ഇങ്ങോട്ട് വരുന്നേക്കാൾ 2 ദിവസം മുന്നായിരുന്നു എന്റെ ബർത്ത്ഡേ. അപ്പോ അവള് തന്നതാണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. സോ അപ്പൊ ഞാൻ ആസ് എ മെമ്മറി ആയിട്ട് ഞാൻ ഇവിടെ വെച്ചേക്കോ, മാറ്റിയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ആൻഡ് ഇവിടെ പിന്നും കുറച്ച് കണക്കുണ
സാധനങ്ങള് ഈ ഇതുപോലെ നമ്മുടെ ഇത് അവിടെയായിരുന്നു കുറച്ച് നാൾ മുന്നേ. പിന്നെ ഞാൻ ഭയങ്കര ഹീറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം ചൂട് കിട്ടണ്ട വെച്ചിട്ട് ഒരു അസ്തറ്റിക്സിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വെച്ചു. നൈറ്റിൽ ഈ മഞ്ഞ ലൈറ്റുകളൊക്കെ ഓണാക്കുമ്പോൾ നൈസാണ്. അതുകൂടാണ്ട് ഇതും ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ പച്ച പുല്ലുകളുടെ ഇടയിൽ കൂടെ മിന്നലുകളുണ്ട്. അത് ഞാൻ ഓണാക്കി കാണിക്കാം. ഇതിന്റെ അടിയിലാണ് എന്റെ എല്ലാ സെറ്റപ്പും. കണ്ടോ, പച്ച വേണോ, നീല വേണോ, മഞ്ഞ വേണോ. ഇതിന്റെ മിററിന്റെ അടിയിലും ബാക്കിലും ഞാൻ ചെറിയൊരു ലൈറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഈ ബെഡിന്റെ സൈഡിലും മൊത്തത്തിലെ നൈസാണ്. നൈറ്റിലാണ് കുറച്ചും കൂടിയും ഭംഗി കാണാൻ. ആൻഡ് പിന്നെ ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ മാഗ്നറ്റ്, അധികം സ്ഥലങ്ങളോട്ടൊന്നും ഞാൻ പോയിട്ടില്ല, പക്ഷെ അത്യാവശ്യം മാഗ്നറ്റ് കളക്ഷനും ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് പൊട്ടിയ മാഗ്നറ്റ് ഒക്കെ ഇതിൽ അവിടെ എവിടെയൊക്കെ ഉണ്ട്. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ റൂം. പറയാൻ മാത്രം നത്തിങ് സ്പെഷ്യൽ ഇവിടെ, ഇതൊക്കെ തന്നെ. ആൻഡ് പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എൻ്റെ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ക് ഡോർ. ഈ വീട്ടിലെ റൂമിലാകെ ബാക്കിലോട്ട് എൻട്രൻസ് ഉള്ള ലൈക്ക് ഒരു വേറൊരു മെയിൻ എൻട്രൻസ് അല്ലാണ്ട് ഒരു പുറത്തോട്ടൊരു എക്സിറ്റ് ഡോർ ഉള്ളത് ഈ റൂമിന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ അതാണ് ഒരു റീസൺ ഞാൻ ഈ റൂം സെലക്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആകെ ഒരു ഡിമെറിറ്റ് ഉള്ളത് ഞാൻ പറഞ്ഞോണം, തണുപ്പാണ്. അതാണ് ഇവിടുത്തെ ഒരു സീൻ വിന്റർ ആയി കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് നമ്മുടെ ബാക്ക് ഗാർഡനിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഗാർഡൻ. അധികം നേരം പുറത്ത് നിൽക്കേണ്ട, നല്ല വെയിലാണ്. നമുക്ക് തൊപ്പി എടുക്കാതിരിക്കും നല്ലത്. നിങ്ങൾക്ക് തൊപ്പി തരാം. വെയിലായോണ്ട് തൊപ്പി വെച്ചു കിട്ടോ, അല്ലാണ്ട് നമുക്ക് അവിടെ പുറത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പുറത്തോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഗാർഡൻ. അപ്പോ നല്ല വെയിലാട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ ഇടയ്ക്കിട്ട് നമ്മൾ ഗ്രില്ല് ഇറക്കിയിട്ടുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് ഇറക്കിയിട്ട്. പ്രത്യേകിച്ച് സമ്മറിനൊക്കെ നമുക്ക് കണ്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ഗാരേജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഒരു സ്ഥലം കേട്ടോ. അതാണ് നമ്മുടെ ഗാർഡൻ. ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഉണ്ട്. ഇവിടെ പുല്ലൊന്നും വളരാണ്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുവാണെങ്കിൽ നൈസാണ്. കണ്ടോ, നല്ല രസമാണ്. നമുക്കിവിടെ ഒരു കുറച്ചുകൂടി കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കുഞ്ഞു ബുദ്ധനുണ്ട്. നമ്മുടെ പുല്ലുകളൊക്കെ വന്ന് കവർ ചെയ്തിരിക്കുന്നേ കണ്ടോ. ഇതൊരു കുഞ്ഞു ബുദ്ധനുണ്ട്. ആൻഡ് ഇവിടെ നല്ല രസമാണ് ചില്ലേ, പക്ഷേ ഈ വെയിലത്ത് നോ ചില്ലേ. ഓക്കെ, പിന്നെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സോളാറുണ്ട്, ഒരു മണി ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു മണിയുണ്ട്. ഇതിൻ്റെ ഒക്കെ ഉപകാരം എന്താന്ന് ഞങ്ങൾക്ക് എത്ര നാളായിട്ടും. പിന്നെ ഈ പുല്ല് കണ്ടോ, നല്ല രസമില്ലേ നേരോട്ട്. ഇതിങ്ങനെ പടർന്നു വരും. ഇത് വീടിന് ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, പക്ഷെ നല്ല രസമാണ്, വെട്ടി കളയാൻ തോന്നില്ല. അതുപോലെ ഇവിടെ കുറച്ച് കണക്ഷൻ എൻ്റെ റൂമിലേക്കും പടർന്നു വരുന്നുണ്ട്. അത് എസ്തെറ്റിക്കിന് വേണ്ടി ജിസ് അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ഭംഗി കളയാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ വെട്ടാത്തത്. ഏത് അല്ലാതെ മടി കാരണം നോക്കി കണ്ടോ, ഇത് ഓൾമോസ്റ്റ് എൻ്റെ റൂമിലേക്ക് കടന്നു. കണ്ടോ, ഞാൻ ഇപ്പൊ ഏതാണ്ട് ഫോറസ്റ്റില് താമസിക്കുന്ന കടന്നില്ല. അതുപോലെ ഇവിടെ ഒരു ടാപ്പ് ഉണ്ട് കേട്ടോ, ഒരു ടാപ്പ് ഉണ്ട്. നൈസ് അല്ലേ. പിന്നെ പറഞ്ഞോണം, ഇത് വേറൊരു ഡീമെറിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു വാട്ടർ ടാങ്ക് പോകുന്നുണ്ട് ഉള്ളിക്കൂടെ. അതായത് ഈ മഴവെള്ളം സംഭരിക്കണ സംഭവം എന്താന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ കൊല്ലം ഒരു 2-3 വട്ടം ഇത് ഓവർഫ്ലോ ആയി ഇതുകൂടെ ഹോളിക്കോടെ വന്ന് കടന്ന് എൻ്റെ റൂമിലേക്ക് ഒരു 3-4 വട്ടത്തോളം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ പല ദിവസങ്ങളിലും ഞാൻ രാവിലെ എഴുന്നേറ്റ് കാല് വെക്കുന്നത് വെള്ളത്തിലാണ്. അപ്പോൾ അങ്ങനത്തെ ട്രോമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ റൂമിൽ നിന്ന്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല, കുറച്ച് നാളായിട്ട് ഇപ്പോൾ 1.5-2 വർഷമായിട്ട് ആ ഒരു പ്രശ്നമില്ല. വന്ന ടൈമിലായിരുന്നു അത്. അതിപ്പോൾ ശരിയാക്കിക്കൊണ്ട് ഇപ്പോൾ വലിയ സീനില്ല. ആൻഡ് ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെ വലിപ്പം കൂട്ടാൻ അങ്ങനെയൊക്കെ പറ്റും. വളരെ മനോഹരമായ ഗാർഡനാണ്. കണ്ടോ, ഇവിടെ നേരത്തെ ഫ്രണ്ടിത്തെ ഗാർഡൻ പറഞ്ഞോണം നമ്മളിവിടെ വൃത്തിയാക്കാറില്ല. ഇവിടുത്തെ ഗാർഡനർ ചേട്ടന്മാർ വന്നിട്ട് പുല്ല് വളരും തോറും അവർ വന്ന് നല്ല സ്നേഹത്തോടെ വെട്ടിത്തരും. അത് ഭയങ്കര കൈൻഡ് ഓഫ് ദമ്മാണ്. ആൻഡ് നമ്മളിവിടെ ഇങ്ങനെ ചില്ല് ചെയ്യാനും ബലൂൺ വീർപ്പിച്ച് തട്ടിക്കളിക്കാനും പിടിക്കാനൊക്കെയാണ് ഇവിടെ വരാറുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുന്നേ ഇവിടെ ഫുൾ കവേർഡായിരുന്നു. ഇത്രയും ഇതിനേക്കാളും ഹൈറ്റിലുള്ള ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, കേടായതുകൊണ്ടാന്ന് തോന്നുന്നു അവർ ഇവിടെ വെച്ച് കാണും. എന്താ സുഖം.
നമ്മുടെ ഒരു വ്യൂ കാണിച്ചു കൊടുത്തേ നമ്മുടെ വീടിന്റെ. വാവ്, വാട്ട് എ നൈസ് ഹോം. അപ്പുറത്തുള്ള വീടുള്ള കേട്ടോ നെയ്ബേഴ്സ്. എല്ലാരും ചൂടായോണ്ട് എല്ലാം അടച്ച്. അപ്പാർട്ട്മെന്റ്സ്. അവിടെ വേറെ ഹൗസ്. നമ്മുടെയാണ് ഇവിടെ ഒരു പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ്സ്. ഇവിടുത്തെ എന്റെ അറിവിൽ ഇവിടുത്തെ എല്ലാം പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ്സ് ആണ്. പക്ഷെ ഇതൊക്കെ നോക്കുമ്പോ 2 വീട് അടുപ്പിച്ചടുപ്പിച്ച് വന്നേക്കണം. ഞങ്ങളുടെ മാത്രമാണ് ഒരു വീട് ഒറ്റയ്ക്ക് വന്നേക്കുന്നത്. അവരാണെങ്കിൽ നന്നായി സംസാരം ഒച്ച ഒരുപാട് കേൾക്കില്ല. സൗണ്ട് പൊല്യൂഷൻ ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഇതുവരെ ഇത്ര നാള് താമസിച്ചതില് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. പക്ഷെ അലറി വിളിക്കാറുണ്ട് ഞങ്ങള്. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ ഈ വീട് ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്നോണ്ടായിരിക്കണം മേ ബി. അതെ, അത് വലിയ സീനില്ല. ആ വീട് കണ്ടോ, ആ വീട് പോലെ 2 വീട് ഒരുമിച്ച്. അത് ശരിക്കും മറ്റു വീടല്ല, 2 വീട് ഒരുമിച്ചാണ്. അപ്പോ ഐ മീൻ അങ്ങനല്ല, 2 വീട് ഭിത്തികൾ 2 അറ്റാച്ച്ഡ് ആണ്. അതായത് 2 വീടെന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ അടിയിലൊരു സെപ്പറേഷൻ ഉണ്ടോ? സംഭവം 2 വീടാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് വീട് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ഇടയ്ക്കിട്ട് ഇപ്പോൾ ഇവിടെ സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കംപ്ലൈൻറ്റ് വന്നാനേ. അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഒറ്റ വീടായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയണത് സൗണ്ട് ഇപ്പോൾ അധികം പുറത്തോട്ടൊന്നും കേൾക്കത്തില്ല. ആകെ ഒരു വട്ടമാണ് ഇവിടെ പോലീസ് വന്നിട്ടുള്ളത്. അതാണെങ്കിൽ ഇവിടെ പുറത്ത് ഇരുന്ന് സൺഡേ വൈകിട്ട് 10 മണി കഴിഞ്ഞിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ പോലീസിൻ്റെ ചെറിയൊരു വാണിംഗ് തോന്നുന്നു, സംസാരിക്കരുത് ഇത്. അല്ലാണ്ട് ഞങ്ങൾ ഒരു അലമ്പും ഇത്ര നാളുണ്ടായിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ. അതന്ന് എന്തോ കൊറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര ബഹളായിരുന്നു. അപ്പൊ പിന്നെ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ അവർക്ക് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് പറയായിരുന്നു സൗണ്ട് കുറയ്ക്കാൻ. പക്ഷെ അവരതിന് പകരം പോലീസിനെ വിളിച്ചു. അതൊന്നും ഞാൻ ഈ വ്ളോഗിൽ അധികം ബട്ട് ഇപ്പൊ അവരുമായിട്ട് ഞങ്ങൾ നല്ല സിംഗിളാണ് കേട്ടോ. ഒരു പ്രായമായ അപ്പാപ്പനും അമ്മാമ്മയാണ്. അതിന്റേതായ പ്രോബ്ലംസ്. ഈ ലൈനിൽ യങ് ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ മാത്രം. ബാക്കി എല്ലാം കപ്പിൾസ് ആണ്, ബട്ട് ഓൾഡ് കപ്പിൾസ്. നമുക്കിവിടെ ഒരു ലാവൻഡർ ഉണ്ട് കേട്ടോ. ലാവൻഡർ, നൈസ് ലാവൻഡർ. അയ്യോ, നമ്മുടെ ബാൽക്കണി ഞാൻ കാണിച്ചില്ല. നമുക്ക് ഇത് കൂടി ബാൽക്കണിക്ക് പോവാം. അത് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? നോ അത് ക്ലോസ് അല്ല. ഇത് ക്ലോസ് ആയി. പക്ഷെ ഇവിടെ ഇത് നമ്മുടെ ഇവിടെ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, നല്ല ചൂടാണ്. സൗന എഫക്റ്റ് ആണ്. സൗനയാണ് ഇവിടെ. അതായത് വിന്റർ ആണെങ്കിൽ മൂടിഞ്ഞ തണുപ്പും, സമ്മർ ആണെങ്കിൽ മൂടിഞ്ഞ ചൂട്. കാരണം ഈ ഷീറ്റ് ഉണ്ടോ, മേലത്തെ ഷീറ്റിൽ നിന്ന് നല്ല ഇങ്ങനെ ചൂട് ശരിക്കും ഇങ്ങനെ ഇറങ്ങും. അപ്പോ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഫുൾ ഗ്ലാസ് കേട്ടോ. ഇവിടെ നമ്മുടെ നല്ല ഗാർഡനോട്ടുള്ള നല്ലൊരു വ്യൂ. ആൻഡ് ഇവിടെ നമ്മുടെ കുറച്ച് കണക്കണ ഫാൻ കുപ്പി ഷൂസ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ടിപ്പിക്കൽ മല്ലു തിങ്സ്. ഇവിടെ ഉള്ളിൽ ക്ലോസ് ആണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കയറുന്നത് നമ്മുടെ ഡയറക്റ്റ് ടു ഹോമാണ്. അത്രേ ഉള്ളൂ. പിന്നെന്താ, നമുക്ക് അടിക്ക് പോയി. ഇവിടെ നിന്ന് ഇനി ഇല്ലാണ്ടോ. ഓക്കെ, അപ്പൊ നമ്മളിനി 3ാമത്തെ ഫ്ലോറിലോട്ടോ പോണേ. ഹോളിന്ന് നമ്മളിനി വീണ്ടും. ഓക്കെ, അപ്പൊ ഈ റൈറ്റ് സൈഡിൽ വരുമ്പോൾ നമുക്ക് ഒരു ബാത്തിങ് ഏരിയ ഉണ്ട്, വാഷിംഗ് ഏരിയ പ്ലസ് എല്ലാം. ഇവിടുത്തെ വലിയ ടോയ്ലറ്റ് നമുക്ക് എടുക്കും. ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ. നമ്മുടെ കുളിമുറി, നിന്ന് കുളിക്കുന്ന, അടച്ചു കുളിക്കുന്ന സെറ്റപ്പ്. നമുക്ക് ഇറ്റാലിയൻ ബാത്റൂമാണ് ഇവിടെ എല്ലാ ടോയ്ലറ്റും വരുന്നത്. അപ്പോൾ ഇവിടെ എവിടെയും ബാത്ത് ടബ് ഇല്ല. ഇവിടെ നിന്ന് കുളിക്കാം, ടോയ്ലറ്റ്. ഇവിടെ വാഷിംഗ് ഏരിയ. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നമുക്ക് സമ്മർ ആയതുകൊണ്ട് എല്ലാവരുടെയും ഇല്ല, 1-2 പേരുടെ. 3 പേരുടെ സാധനങ്ങൾ മൊത്തം അല്ലേ. ഇത് നമുക്ക് ഇവിടെ സമ്മർ ആയതുകൊണ്ട് ബാത്റൂമിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എയർ കണ്ടീഷനിങ് ആണ്. ഏത് ഹൈ ലെവൽ ഓൺലി. നമ്മുടെ ബെഡ്റൂമിലോട്ട് പോവാം. ഇവിടെ 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. നമുക്ക് ബെഡ്റൂമിലോട്ട് പോവാം. സോ നമുക്കിവിടെ നമ്മുടെ ബാബുവിൻ്റെ റൂമിലോട്ടാണ് പോകുന്നത്. അലീന ബാബു. ഓക്കെ, അലീന ബാബുവിൻ്റെ റൂമിലോട്ടാണ് പോകുന്നത്. സോറി. വാവ്, കം ഇൻ. അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാ റൂമിലും പറഞ്ഞോളം തന്നെ എല്ലാം സെയിം സാധനങ്ങളാണ്. നമുക്കിവിടെ സ്റ്റഡി ടേബിൾ. ഓ, ബാബു വായിക്കുന്ന കുട്ടിയൊക്കെ ആയിരുന്നു, നല്ല അറിവുള്ള. ഐ ലവ് ദിസ് വ്യൂ. നമുക്ക് ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ ലൈറ്റ് ഉണ്ടോ? എന്നെ ലൈറ്റ് കിട്ടുന്നു കുറച്ച് കുറവ്. ഓരോ റൂമിനും പല പല വ്യൂസ് ആണ് ബാക്കിലോട്ട്. നമുക്ക് നല്ല അത്യാവശ്യം നല്ല സീനറി ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഇതായതുകൊണ്ട് ഓരോ ഫ്ലോറിനും നല്ല നല്ല വെറൈറ്റി ഉള്ള സീനറീസ് ആണ്. ആൻഡ് ഇവിടെ
ഈ റൂം അത്ര ചെറുതാണ്, വലിയ വലുതല്ല, ചെറുതാണ്, ബട്ട് ചെറുതാണ്, ബട്ട് നല്ല വ്യൂ ആണ്, നല്ല ബാൽക്കണി വ്യൂ ആണ്. ആൻഡ് ഇവിടെ ഒരു ബെഡ്, ഇവിടെ വാർഡ്രോബ്, ഞാൻ പറഞ്ഞുള്ളൂ എല്ലാ റൂമിലും സെയിം സാധനങ്ങളോ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ടോയ്ലറ്റിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ അടുത്തൊരു ടോയ്ലറ്റ്. സെയിം ഏറെക്കുറെ സെയിം ആയിട്ടുള്ളൊരു ചെറിയൊരു. ഇത് നമ്മള് ഏറ്റവും മേലത്തെ 4th ഫ്ലോറിലേക്ക് പോവാണ്. ഇവിടെ എക്സ്ട്രീം ഹീറ്റ് കേട്ടോ, എക്സ്ട്രീം. ഇവിടെ വരുമ്പോ കുഞ്ഞു ഡോറുണ്ട്. ഇവിടെ ഉണ്ട് ഒരു 3 ബെഡ്റൂം പ്ലസ് ഒരു വാഷിംഗ് ഏരിയ. ബാത്റൂം ചെറുതാണ്. ബാത്റൂം അത്യാവശ്യം ഉള്ളിൽ ഭയങ്കര ചെറുതാട്ടോ. ഒരു ചെറിയൊരു ബാത്റൂം അതിനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എത്രയായിരിക്കും ഈ വീടിന് ഞങ്ങൾ റെന്റ് കൊടുക്കുന്നത് മന്ത്ലി. ആൻഡ് ആസ് ഐ സെഡ്, ഞങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങളിപ്പോൾ ലൈക്ക് ഇവിടുത്തെ ഹൗസ് ബിൽഡേഴ്സ് ആണ്. അണ്ടർ ഹൈഡ്രസ് ഗ്രൂപ്പയുടെ അണ്ടറിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ദിസ് ഹോം ഇസ് ഓൾസോ ബൈ ദം. ഞങ്ങൾ നാട്ടിൽ നിന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏജൻസി ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വീടാണ്. ലൈക്ക് എന്താ പറയാ, ഞങ്ങളുടെ ട്രേഗറിന്റെ കൺട്രോളുള്ള വീടാണ്. സോ ഞങ്ങൾക്ക് അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ഈസി പീസി ആയിട്ട് വീട് കിട്ടി. സോ ഇനി എനിക്ക് പറയാനുള്ളത്, ഹൗ മച്ച് ദിസ് ഹോം, അല്ലെങ്കിൽ എത്രയാണ് ഞങ്ങൾ കൊടുക്കുന്നത് മീറ്റ്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വീടിന് ആസ് എ സ്റ്റുഡൻസ്, ഞങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീട് ഞങ്ങൾ മന്ത്ലി 350 euros ആണ്, 350 euro ആണ് ഞങ്ങൾ മന്ത്ലി പേയ്മെന്റ് ചെയ്യുന്നത്. കോഷിന്റെ അല്ലാണ്ട് ഞങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആസ് എ സെഡ് 350 ആണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് ഞങ്ങൾ ഒരു മന്ത്ലി റെന്റ് കൊടുക്കുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിൽ വി ആർ സോ താങ്ക്ഫുൾ. ആൻഡ് ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് 3 years ആയിട്ട് ഇവിടെ താമസിക്കുന്നു. ഞങ്ങൾ ഒരു 2 monthsനുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് മൂവ് ഔട്ട് ആവും. എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. ഇത്ര നാളുണ്ടായിട്ട് എനിക്ക് എപ്പോഴാണ് കറക്റ്റായിട്ട് ഒരു ഹോം ടൂർ എടുക്കാൻ ടൈം കിട്ടിയത്. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിന്റെ വിശേഷം, മൈ ഹോം ഇൻ ജർമ്മനി. സോ അത്രയ്ക്കേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അണ്ടിൽ ദെൻ ബൈ.